നമസ്കാരം. അനുഗ്രഹാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെറസിൽ രാവിലെ നനച്ചാലും വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാ ചെടികളും വെള്ളമില്ലാതെ വാടി നിൽക്കും. ഇതിനൊരു പരിഹാരം വേണമെന്ന് തോന്നി ഇന്ന് ഞാൻ കാണിക്കുന്നത് സെൽഫ് വാട്ടറിംഗ് സ്പൈക്ക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് ഡിവൈസ് ഉപയോഗിച്ചും പിന്നെ ട്രിപ്പ് ടാപ്പ് ഉപയോഗിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് സെൽഫ് വാട്ടറിംഗ് സ്പൈക്ക്. ഇത് ഞാൻ അടുത്തുള്ള അഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ 5 എണ്ണം ഉണ്ടാകും. ഇതിൽ 200 രൂപയാണ് വില. ഇത് ഓൺലൈനിലും ഇത് വാങ്ങാൻ കിട്ടും. ഓൺലൈനാണ് വാങ്ങുന്നതെങ്കിൽ ഇത്രയും വിലയില്ല. ചിലപ്പോൾ 10 നമുക്ക് ഈ റേറ്റിന് കിട്ടിയെന്ന് വരും. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഓൺലൈൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. ഇത് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് എല്ലാത്തരം ബോട്ടിലും സെറ്റാകും. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വാൽവ് ഉണ്ട്. ആദ്യം ഈ കൺട്രോൾ വാൽവ് ഇതിൽ ഘടിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വെക്കേഷനല്ലേ, അപ്പം നമ്മൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 3 ദിവസം വരെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കൊള്ളും. ബോട്ടിലിൽ വെള്ളം നിറച്ച ശേഷം നമുക്ക് ഇങ്ങനെ ചട്ടിയിൽ കുത്തി വയ്ക്കാം. ഇനി വായുസഞ്ചാരം ഉണ്ടാകാനായി ഒരു പിൻ ഉപയോഗിച്ച് ബോട്ടിലിന്റെ എവിടെയെങ്കിലും ഒരു ചെറിയ ഹോൾ ഇടുക. വായുസഞ്ചാരം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം വീഴുന്നത് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തീരുമ്പോൾ ബോട്ടിലെടുത്ത് വീണ്ടും ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ബോട്ടിലിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതുവഴിയും ഒഴിച്ചു കൊടുക്കാം. ഈ വാൽവിന്റെ നോബ് തിരിച്ച് നമുക്ക് വെള്ളത്തിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഡ്രിപ്പർ ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിന്റെ പേരാണ് അഡ്ജസ്റ്റബിൾ ഇറിഗേഷൻ ഡ്രിപ്പർ. ഇത് നമുക്ക് ബോട്ടിലിന്റെ മൂടിയിൽ സെറ്റ് ചെയ്യാം. ഒരു ഡ്രിപ്പറിന്റെ വില 4 രൂപയാണ്. ഇത് നമുക്ക് ഓൺലൈനായും വാങ്ങാൻ കിട്ടും. ആദ്യം ഒരു കമ്പി ചൂടാക്കി ഇതിൽ ഒരു ഹോൾ ഇടുക. എന്നിട്ട് ഈ ഡ്രിപ്പർ ഇതിൽ ഘടിപ്പിക്കുക. ഏതെങ്കിലും ഒരു ഗം ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിക്കുക. ഇത് ഇനി നമുക്ക് ഒരു കമ്പിലോ അല്ലെങ്കിൽ ഒരു കമ്പിയിലോ വെച്ച് കെട്ടുകയോ ഒരു ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയോ ചെയ്യാം.
ഇനി ഈ ബോട്ടിൽ വെള്ളം നിറച്ച ശേഷം ചെടിച്ചട്ടിയിൽ വെച്ചു കൊടുക്കാം. ഈ നോബ് തിരിച്ച് നമുക്ക് വെള്ളത്തിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വെള്ളം തീരുമ്പോൾ ബോട്ടിലെടുത്ത് വീണ്ടും ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ബോട്ടിലിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതുവഴിയും ഒഴിച്ചു കൊടുക്കാം. ഇതിലും എയർ സർക്കുലേഷന് വേണ്ടി ഒരു പിൻ ഉപയോഗിച്ച് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. രണ്ടു മൂന്ന് ദിവസം വരെ നമ്മൾ ഇങ്ങനെ വയ്ക്കുന്ന വെള്ളം നിൽക്കാറുണ്ട്. ഈ മെത്തേഡൊക്കെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഇനിയും വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുപോലെ വെജിറ്റബിൾ സീഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ അനുഗ്രഹ സീഡ്സ് വേൾഡ് ഒന്ന് വിസിറ്റ് ചെയ്യുക. വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ്സും വാട്സാപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്